അഴിമതിമുക്ത കേരളം ലക്ഷ്യമിട്ട് പൊതുജന പങ്കാളിത്തത്തോടെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് പ്രോജക്റ്റ് സീറോ. സർക്കാർ ഓഫീസുകളിലെ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുക, ചുവപ്പുനാടയും ഫയൽ വൈകിക്കലും ഒഴിവാക്കുക എന്നിവയാണ് പവർ സീറോയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അഴിമതി ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം നൽകും. വിജിലൻസ് ടോൾ ഫ്രീ നമ്പർ 1064. 2026 മഹാകവി പി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് പി ശ്രീധരൻ ഉണ്ണി. യക്ഷിയുടെ പരിണാമം എന്ന കൃതിക്കാണ് പുരസ്കാരം. സ്ത്രീ ശാക്തീകരണത്തിനായി 2026-27 വർഷത്തിൽ രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് ഡി. പുരന്ദേശ്വരി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ നിലവിൽ വന്നു. 2025 മികച്ച നോവലിസ്റ്റിനുള്ള പി. പത്മരാജൻ പുരസ്കാരത്തിന് അർഹയായത് ചന്ദ്രമതി. നേടിക്കൊടുത്ത കൃതി ഒഴുകാതെ ഒരു പുഴ. മികച്ച കഥാകൃത്തായി തിരഞ്ഞെടുത്തത് ഷാനോജ് ആർ ചന്ദ്രൻ. കൃതി അരപ്പാതിരി. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 16ാം കേരള നിയമസഭയിലെ ചീഫ് വിപ്പായി നിയമിതനായത് അപ്പു ജോൺ ജോസഫ്. മുതിർന്ന കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ PJ ജോസഫിൻ്റെ മകനാണ് അപ്പു ജോൺ ജോസഫ്. പ്രതിനിധീകരിക്കുന്ന മണ്ഡലം തൊടുപുഴ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. 2026 മെയ്യിൽ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും പിന്നാലെ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം അസം. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ 2025 മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ അമേരിക്കൻ ജേർണലിസ്റ്റ് ജൂലി നൈറ്റ് ബ്രൗൺ. അടുത്തിടെ പ്രകാശനം ചെയ്ത സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി. ജയരാജൻ. 2026 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. 2026 മെയ്യിൽ കോഡ് രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. കോഡ് രാജ്യങ്ങൾ ഉൾപ്പെടുന്നത് ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ്. രാജ്യത്ത് അനധികൃത കുടിയേറ്റം മൂലമുണ്ടാകുന്ന അസ്വാഭാവികമായ ജനസംഖ്യാ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ. 2026 മെയ്യിൽ കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ചുമതലയേറ്റു. കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം അലങ്കരിച്ച സിദ്ധരാമയ്യ 2026 മെയ് 28 പദവി രാജിവെച്ചതിനെ തുടർന്നാണ് DK ശിവകുമാർ ചുമതലയേൽക്കുന്നത്. 2026 ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രീ കിരീടം സ്വന്തമാക്കിയത് കിമി അറ്റോർണലി. ആഗോള ഡിജിറ്റൽ പേയ്മെൻറ്റ് കമ്പനിയായ വിസയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി ചുമതലയേറ്റത് ഷാറുഖ് ഖാൻ. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ മേധാവിയായി നിയമിതനായ മുൻ പ്രൊഫഷണൽ ടെന്നീസ് താരം രോഹിത് രാജ്പാൽ. കഴിഞ്ഞ വീഡിയോയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? കൂടുതൽ വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.